करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघासुरेश्वरगजो ब्रह्मादिदेवाङ्गन अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं च. നമസ്കാരം. യോഗയെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് യോഗ? എന്താണ് യോഗ എന്ന് ചോദിക്കുമ്പോൾ യോഗേന ചിത്തസ്യ പദേന വാച മലം ശരീരം ചക വൈദികേന യോഗാപരോക്തം പ്രവരം മുനീനം പതഞ്ജലിയും പ്രാജ്ഞരീരാനദോസ്മി. യോഗയുടെ ആചാര്യനായിട്ടുള്ള പതഞ്ജലി മഹർഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് ഈ സ്തുതി തുടങ്ങുന്നത്. ആ സ്തുതി തന്നെ പറയുന്നുണ്ട് എന്താണ് യോഗ. യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ മാലിന്യങ്ങളെ നീക്കുക, അതായത് മനസ്സെന്ന മാലിന്യത്തെ നീക്കൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ? നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാർ, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഋഷീശ്വരന്മാർ നമ്മുടെ ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഉപനിഷത്തുകളിലും എല്ലാറ്റിലും ഉറങ്ങിക്കിടന്നുള്ള ഈ യോഗയുടെ സൂത്രങ്ങളെ ഏകദേശം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി എടുത്ത് ക്രോഡീകരിച്ച് വ്യാസമഹർഷി വേദങ്ങളിൽ ചെയ്ത പോലെ അദ്ദേഹം യോഗയുടെ 4 സെക്ഷനായിട്ട് 4 വിഭാഗങ്ങളായിട്ട് തന്നെ തിരിച്ചു. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഹഠയോഗം. ഇതിൽ ഇന്ന് നമ്മളിവിടെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹഠയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഹഠയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ശരീരം. ഹഠയോഗത്തിൽ പറയുന്നത് തന്നെ അതിൻ്റെ ശരീരമധ്യം ഖലുധർമ്മ സാധനം എന്നാണ്. നമുക്ക് എന്ത് ജോലി ചെയ്യാനും, ശ്ലോകം പറയുന്നത് എന്ത് സാധന അനുഷ്ഠിക്കാനും, സാധന അനുഷ്ഠിക്കാന്ന് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്താണ് ആവശ്യം? ആരോഗ്യമുള്ള ശരീരം. ഇന്ന് ലോകത്ത് മരുന്നുകൾ കൊണ്ട് എന്താ പറയുക, ശരീരത്തിനെ ഇല്ലാതെയൊക്കെയാണ് ചെയ്യുന്നത്. മരുന്നിൻ്റെ അതിപ്രസരം കാരണം ശരീരത്തിന് ഒരു വെല്ലുവിളിയായിട്ട് മാറുകയാണ് മരുന്ന്. ഇവിടെയാണ് ഈ യോഗാചാര്യൻ്റെ പ്രസക്തി. ഞാൻ ഉദ്ദേശിച്ചത് പതഞ്ജലി മഹർഷിയാണ്. പതഞ്ജലി മഹർഷി ഉത്തമനായിട്ടുള്ള ഒരു ആയുർവേദ ആചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിസർച്ച് നടന്നത് നമ്മൾ ആയുർവേദ ആണെങ്കിലും കൂടി പുറത്തുനിന്നുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമുക്ക് മരുന്ന് ഉണ്ടാക്കണം, അല്ലേ? നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ശരീരത്തിനെ തന്നെ ചികിത്സിക്കുന്ന ഒരു രീതിയാണ് യോഗയിലൂടെ ഉദ്ദേശിക്കുന്നത്. യോഗാസനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തെ യോഗ ചെയ്യാൻ സജ്ജമാക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് ശിഥിലീകരണ വ്യായാമം. ഈ എപ്പിസോഡിൽ നമുക്ക് ശിഥിലീകരണ വ്യായാമം എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം. ശിഥിലീകരണ വ്യായാമം നമ്മൾ തുടങ്ങുന്നത് ശരീരത്തിൻ്റെ ഓരോ ജോയിൻസുകളിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കാലിൻ്റെ വിരലുകളിലെ മടക്കുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കണ്ടോ, കാലിൻ്റെ വിരൽ കണ്ടോ, ഇങ്ങനെ മടക്കി, അങ്ങനെ നിവർത്തി, അങ്ങനെ മടക്കി, അങ്ങനെ നിവർത്തി, മടക്കി, നിവർത്തി, ഇങ്ങനെ 3 പ്രാവശ്യം. അതേമാതിരി ഈ കാലും ജസ്റ്റ് കാലം നമ്മളങ്ങനെ മടക്കണം, നിവർത്തണം, മടക്കി, നിവർത്തി, റിലാക്സ്. ഒരു സെക്കൻഡ് നമ്മൾ കണ്ണടച്ച് റിലാക്സ് ചെയ്ത് നിൽക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ ബോധം ആ ജോയിൻസിലേക്ക് പോകുന്നു. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ജോയിൻസിലാവും. അവിടെ എന്തെങ്കിലും അപാകതകളോ വേദനയോ ഉണ്ടാകുന്നത് അത് ചെക്ക് ചെയ്യും. ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ നെക്സ്റ്റ് അടുത്ത് നോക്കിക്കോളൂ. നമ്മുടെ കാലിൻ്റെ ഞെരിയാണി എന്നുള്ള പോർഷൻ പറയും. ഓരോ ദേശത്ത് ഓരോ വാക്കാണ് അതിന് ഉപയോഗിക്കുക. ഈവൻ ഇതാണ് ഈ ജോയിൻസാണ് അടുത്ത് വരുന്നത്. ആ ജോയിൻസ് നമ്മൾ കാല് 10 ലേശം മുമ്പിലേക്ക് ഊന്നി അങ്ങനെ ബാലൻസ് ചെയ്ത് പൊന്തിച്ചിട്ട് 3 പ്രാവശ്യം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിക്കുക. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് പിന്നിലേക്ക് വരുമ്പോൾ നമ്മൾ മടമ്പാണ്, ഉപ്പുറ്റിയാണ് ഊന്നുന്നത്. കണ്ടോ, പിന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉപ്പുറ്റിയാണ് ഊന്നുന്നത്.
അതുമാതിരി തന്നെ ഈ കാലും അതേമാതിരി ചെയ്യാം. മുമ്പിലേക്ക് ഊന്നി ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഊന്നി പിന്നിലേക്ക് മടം പോകുന്നു. ഉണ്ടോ? ഇവിടെ നമ്മുടെ കാലിൻ്റെ ഈ പേശികളാണ് മുമ്പിലേക്ക് ഊന്നുമ്പോൾ ഈ മുൻവശത്തുള്ള ഈ പേശികൾക്കും പിന്നിലേക്ക് ഊന്നുമ്പോൾ കാലിൻ്റെ ഈ വണ്ണ പോർഷനിലുള്ള മസിലുകൾക്കാണ് റിലാക്സിങ് കിട്ടുന്നത്, വ്യായാമം കിട്ടുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ 2 ജോയിൻറ്റ്സ് കഴിഞ്ഞു ഇല്ലേ? ഇനി മൂന്നാമത്തെ ജോയിൻറ്റ്സ് കാലിൻ്റെ മുട്ടുകൾ. നോക്കോളൂ, നമ്മൾ കൈ കെട്ടിയിട്ട് ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ കാല് ഒരടി വിട്ട് വയ്ക്കുക. കണ്ടോ? ഒരടി വിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ കൈ കെട്ടിയിട്ട് സാവധാനം ഒരു സ്റ്റൂളോ ഇല്ലെന്ന് സങ്കല്പിച്ച് അതിലിരിക്കുമ്പോൾ സാവധാനം മൂവ് ചെയ്യുക. നമ്മൾ വിചാരിക്കും സ്ലോവിൽ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എഫക്റ്റ് ചെയ്യുമെന്ന്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്ലോ മൂവിങ് ആണ് മസിലിലേക്ക് എഫക്റ്റ് ചെയ്യുന്നത്. അതേസമയം അതൊരു എക്സസൈസായിട്ട് മാറുന്നുമില്ല. ഇനി അതിൽ തന്നെ ഒന്നും കൂടി ഓരോ ജോയിൻസിലും നമ്മൾ 2 എണ്ണം വീതം ചെയ്യുന്നു. നോക്കിക്കോളൂ. കാല് കൈ നിർത്തിയിട്ട് കുറച്ചും കൂടി ഒന്ന് കുഞ്ഞു വരും. നമ്മൾ ഇതിനേടെ ഇതേ ബാലൻസിങ് വരണം കേട്ടോ. എത്ര കണ്ട് നമുക്ക് സ്ലോവിൽ ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലത്. കാലിൻ്റെ മുട്ടിൽ. ഇനി അടുത്ത ജോയിൻറ്റ്സ് വരുന്നത് അരക്കെട്ടാണ്. അതിന് മുമ്പ് നമ്മൾ ജോയിൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നമ്മൾ കണ്ണടച്ച് നമ്മുടെ ബോധത്തിനെ ആ പോർഷനിലേക്ക് സങ്കല്പിക്കുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നോർമലായതിന് ശേഷം മാത്രമേ ഒരു വ്യായാമം നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ശ്വാസോച്ഛ്വാസം നോർമലായതിനു ശേഷം മാത്രമേ അടുത്തതിലേക്ക് കിടക്കാൻ പാടുള്ളൂ. ഇനി അരക്കെട്ട് ഉണ്ടോ? നമ്മുടെ കാല് ഇതേമാതിരി ബാലൻസിന് വേണ്ടിയിട്ട് ഒരടി വിട്ട് വെച്ചിട്ട് കാലിങ്ങനെ നിന്ന് അരയെ മാത്രം ട്വിസ്റ്റ് ചെയ്യുക. നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അതുമാതിരി അവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു സെൻട്രൽ എക്സസൈസ് പോലെ നിൽക്കുമ്പോൾ നമ്മുടെ ശിരസ് അവിടെ നിൽക്കുക. ബാക്കി എന്നിട്ട് പതുക്കെ ഇതിനെ അരേ പോർഷനെ മാത്രം ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സാവധാനം കേട്ടോ. ഇത് ഇളകുമ്പോൾ നമ്മുടെ കാലുകളുടെയും നട്ടലും തമ്മിലുള്ള ജോയിൻസില്ലേ, അതിനാണ് ഇളക്കം സംഭവിക്കുന്നത്. ഇതിൻ്റെ തന്നെ അടുത്ത ഒരു സ്റ്റെപ്പ്, അത് കുറച്ച് നമ്മൾ കാല് വിട്ട് വയ്ക്കണം. ഒരു 3 അടി വിട്ട് വയ്ക്കണം. ഇങ്ങോട്ടൊരടി വിട്ട് വെച്ചു, 3 അടി വിട്ട് വയ്ക്കണം. നമ്മുടെ ബാലൻസിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആദ്യം നമുക്ക് ഇങ്ങനെ കുനിയാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് എത്രയാണ് കുനിയാൻ പറ്റാവുന്നത് വെച്ചെങ്കിൽ അത്ര വരെ കുനിഞ്ഞ് സാവധാനം ശ്വാസത്തിനെ പുറത്തേക്ക് വിടുക. അത് ഹൂ എന്ന് പറഞ്ഞ് ഊതേണ്ട കാര്യമില്ല. സാവധാനം നമ്മൾ നോർമൽ ശ്വാസം പുറത്ത് വിട്ടിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. ശ്വാസം പുറത്താകണം. കണ്ടോ? ഇനി അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് കണ്ടോ? ഇത് നമുക്ക് എത്രയാണ് നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നത് അത്ര ട്വിസ്റ്റ് ചെയ്യാം. ഇതിന് പറ്റിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ചെയ്യരുത്. അല്ല, പതുക്കെ പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കണം.
റിലാക്സ്. ഒരു നിമിഷം കണ്ണടച്ച് നമ്മുടെ ശരീരത്തിൻ്റെ അരക്കെട്ട് പോർഷനിലേക്ക് നമ്മുടെ ബോധത്തിനെ സങ്കല്പിച്ച് റിലാക്സ് അല്ലേ. ഇനി കാല് നമ്മളൊന്നുകൂടി വിട്ട് വെച്ചിട്ട് നട്ടലിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കോളൂ, സാധാരണ നമ്മളെല്ലാവരും ചെയ്യണ പോലെ വ്യായാമങ്ങളാണ്, പക്ഷേ ഇപ്പങ്ങളിൽ നമ്മളാരും ചെയ്യുന്നില്ല. നോക്കോളൂ, ഇങ്ങനെ വെച്ചിട്ട് കൈനെ ഒന്നിങ്ങനെ കൈനെ ഒന്ന് ഫ്രീ ആക്കി വിട്ടിട്ട് കണ്ടോ, നട്ടലിനെ കൈ നമ്മൾ ഒന്ന് വീശിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വീശിയെടുക്കുമ്പോൾ ഒരു ട്വിസ്റ്റിങ് കിട്ടും. നട്ടലിലെ ഓരോ കശേരുകളും ഇളകി ഒന്ന് നിവർന്ന് ഉണർന്നിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ജോയിൻസുകളിലുള്ള പ്രാണശക്തികളെ ഉണർത്തുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ബോധപൂർവ്വം നമ്മൾ ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബോധത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവരികയാണ്. നമ്മുടെ ശരീരത്തിനെക്കുറിച്ചുള്ള ബോധം നമ്മളിലേക്ക് സദാസമയം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നട്ടലിൻ്റെ ഒരു സെക്കൻഡ് കണ്ണടച്ച് ഒന്ന് നോക്കുക. നടുവിന് വേദന അനുഭവിക്കുന്നവരുണ്ടായിട്ടുണ്ടെങ്കിൽ വേദനയുള്ള സമയത്ത് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നടുവിന് വേദനയുള്ള സമയത്ത് ചെയ്യരുത്. അതേസമയം ശിഥിലീകരണ വ്യായാമങ്ങളും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചുള്ള കുഴപ്പമൊന്നുമില്ല. അതേസമയം വേദന സഹിച്ച് പിടിച്ച് നമ്മൾ ഒരു വ്യായാമ മുറയും ചെയ്യരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നോക്കൂ, നമ്മുടെ കയ്യിൻ്റെ ജോയിൻസുകളാണ്. കയ്യിൻ്റെ ഒന്നാമത്തെ ജോയിൻസ് ഇവിടെ അല്ലേ, രണ്ടാമത്തെ കൈമുട്ട്, പിന്നെ ഇത് മണിക്കണ്ടം, പിന്നെ വിരലുകളിലെ മെയിൻ ജോയിൻസുകൾ, വിരലുകളിലെ രണ്ടാമത്തെ ജോയിൻസുകൾ ഉണ്ടോ, ഇവിടെ ഒരു ജോയിൻ്റ്, ഇവിടെ ഒരു ജോയിൻ്റ്, ഇങ്ങനെ പോകുന്നു അല്ലേ. ഈ ഓരോ ജോയിൻസിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ശിഥിലീകരണ വ്യായാമമുണ്ട്. നോക്കിക്കോളൂ, ആദ്യം നമ്മൾ കയ്യിൻ്റെ മെയിൻ ജോയിൻസുകൾ നോക്കാം. നമ്മളിങ്ങനെ നിന്നതിന് ശേഷം കയ്യിനെ ഈ ഓപ്പൺ പൊസിഷനിൽ നമ്മൾ പൊക്കിയതിന് ശേഷം പൊങ്ങി വരുമ്പോൾ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരും. ഒരു പിടുത്തം കിട്ടും കയ്യിന്. സാവധാനം കൊണ്ടുവരാം. അതൊരു 3 പ്രാവശ്യം നിൽക്കുള്ളൂ. അങ്ങനെ ശ്വാസോച്ഛ്വാസം നോർമൽ തന്നെയാവും. 4ാമത്തെ പ്രാവശ്യം നമ്മൾ കൈ ഇങ്ങനെ മേപ്പെട്ട് കൊണ്ടുവന്ന് അതേ പൊസിഷനിൽ സ്പീഡിൽ ഒരു 3 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പറ്റാവുന്ന ഒരു കുറച്ച് വേഗതയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കയ്യൊന്നും നടക്കാം. 3 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ആവാം. ഒരു സെക്കൻഡ് കണ്ണടച്ചിട്ട് നമ്മൾ ഈ ജോയിൻസിലേക്കാണ് നമ്മുടെ ബോധത്തിനെ കൊണ്ടുവരിക. ചിലർക്ക് ഇവിടെ വേദന അനുഭവപ്പെടും, മസിൽ പെയിനുള്ളവരൊക്കെ, ഷോൾഡറിൽ അല്ലേ. ഈ ഓരോ സ്റ്റെപ്പിനും ഓരോ ജോയിൻസിൻ്റെ നമ്മുടെ മൂവ്മെൻറ്റ്സിനും നമുക്ക് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ശിരസ് മുതൽ പാദത്തിൻ്റെ അറ്റം വരെ പോകുന്ന വെയിനുകളുണ്ട്. ആ വെയിനുകൾക്കുള്ള ഇളക്കാണ് അതിന് ഒരു തരത്തിലും ഒരു തടസ്സമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ വ്യായാമ മുറകൾ നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, യോഗയുടെ ശിഥിലീകരണ വ്യായാമമാണ് ഇന്ന് നമ്മുടെ അലോപ്പതിയിലും മറ്റെല്ലാറ്റിലും ഉപയോഗിക്കുന്ന ചികിത്സാ സമ്പ്രദായമുണ്ട്. ഫിസിയോതെറാപ്പി ഉണ്ടോ? ഫിസിയോതെറാപ്പി യോഗയുടെ ശിഥിലീകരണ വ്യായാമങ്ങളാണ്. യോഗയുടെ ശിഥിലീകരണ വ്യായാമങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. എന്നാൽ തന്നെ നമ്മൾ രോഗവിമുക്തമായിട്ടുള്ളൊരു ശരീരം നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മുടെ കയ്യിൻ്റെ അടുത്ത ജോയിൻസിലേക്ക് പോവാണ്. കൈ
സാവധാനം അങ്ങനെ നിവർത്തി മലത്തിപ്പിടിച്ച് ഇവിടെ ജോയിൻറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടോ അങ്ങനെ കൂമ്പിക്ക് കൈ ഇങ്ങനെ ഇവിടെ വയ്ക്കുക. റിലാക്സ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പൊസിഷനിലേക്ക് നമ്മുടെ ഈ പൊസിഷനിലേക്ക് ഇവിടെയാണ് നട്ടലിൻ്റെ ഈ അവസാന ഭാഗമുണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ അടുത്ത മൂവ്മെൻറ്റ്സ് വരുന്നത്. കണ്ടോ? ഇത് ചെയ്യുമ്പോൾ ഫാറ്റ് ലിവർ, നമ്മുടെ ഹൃദയം, ശ്വാസകോശം ഇതിനൊക്കെ ഉണർവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനൊക്കെ സപ്പോർട്ടഡ് ആയിട്ടുള്ള മസിലുകളുണ്ട്. നമ്മുടെ വാരിയെല്ലുകൾ, നട്ടിൽ നിന്നും നമ്മുടെ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയൊക്കെ പൊതിഞ്ഞ് നിൽക്കുന്ന വാരിയെല്ലുകൾ, അവരുടെ ജോയിൻസുകൾ, അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ പേശികൾ, മസിലുകൾ, ഇതിനെല്ലാം ഉണർവ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫാറ്റി ലിവർ, അതുമാതിരി ഹാർട്ട് അറ്റാക്ക് ഇതുള്ളവർക്കൊക്കെ കൊടുക്കുന്ന ഫിസിയോതെറാപ്പിയാണിത്. രോഗം വരുന്നതിന് മുമ്പ് രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. അതുകൊണ്ട് ഇത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി എന്തായിക്കോളൂ, കൈയിൻ്റെ അടുത്തത് കൈ ഇങ്ങനെ നിവർത്തി വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ജോയിൻസുകൾ കയ്യിൻ്റെ കണ്ടോ, ഓരോ ജോയിൻസുകൾ ഇങ്ങനെ മടക്കി പിടിച്ച് അങ്ങനെ പിടിച്ചിട്ട് കൈനെ ഇങ്ങനെ പിടിച്ചിട്ട് ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം തിരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിലും തിരിക്കുക. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫോഴ്സ് ഇവിടേക്ക് ആക്ട് ചെയ്യാൻ തുടങ്ങും കൈയിൻ്റെ എൻഡിലേക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ തിരിക്കുക ചെയ്യണം. 3 പ്രാവശ്യം തിരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിനെ വായുവിൽ ഇങ്ങോട്ട് മാന്തുക ഫ്രീ ആയിട്ട്. ആദ്യം കുറച്ചും പതുക്കെ ചെയ്യുക, കുറച്ച് ബലം പ്രയോഗിച്ച് ചെയ്യുക. അത് കഴിഞ്ഞൊന്ന് ഫ്രീ ആക്കുക. എന്നിട്ട് വെറുതെ കൈ ഫ്രീ ആയിട്ട് ചെയ്യുക. പിന്നെ ഇത് കണ്ടോ, കൈ മലത്തി പിടിക്കുക. റിലാക്സ്. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കൈയിൻ്റെ ഓരോ പോർഷനിലും നമ്മുടെ ബോധം ശ്രദ്ധിക്കാൻ തുടങ്ങും. എവിടെയും കുഴപ്പമൊന്നുമില്ല എന്ന് കാണുമ്പോൾ റിലാക്സ്. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നോർമലാകുമ്പോൾ കണ്ടോ. അടുത്തത് നമ്മുടെ വാരി എല്ലുകളുണ്ട്. വാരി എല്ലുകളും നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിലുള്ള ഇത്രയും പോർഷനിലെ എല്ലുകളാണ്. ഇതിന് നമ്മൾ ഒരു ശിഥിലീകരണ വ്യായാമമുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈ ഇങ്ങനെ പിടിച്ച് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വായ തുറക്കാതെ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് മാത്രം നമ്മൾ ഒരു കേൾക്കുള്ളൂ ഇത് ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ശബ്ദം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ ഉള്ളിൽ നടക്കുന്നതെന്ന്. ഉള്ളിൽ നമ്മൾ ശബ്ദം പുറത്തു വരാതെ മാന്ന് മനസ്സുകൊണ്ട് ജപിച്ച്, വായ തുറക്കാതെ മനസ്സുകൊണ്ട് നമ്മൾ ജപിച്ച് ശ്വാസത്തിനെ പരമാവധി ഉള്ളിലേക്ക്, അത്
അറിഞ്ഞു വലിക്കേണ്ട. നോർമലായിട്ട് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം എങ്ങനെ നടക്കുന്നു അതുമാതിരി. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ജപിക്കുക. എന്നിട്ട് നമ്മുടെ ശ്വാസത്തിനെ പുറത്തേക്ക് കളയുക, നിശ്വാസത്തിനെ പുറത്തേക്ക് കളയുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് വൈബ്രേഷൻസ്, പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. ഓം എന്നത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ നമ്മുടെ ആ സങ്കല്പത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഓക്സിജനെ കയറ്റി പുറത്തേക്ക് നമ്മൾ നിശ്വാസത്തിൽ നമ്മൾ പുറത്തേക്ക് കളയുക ചെയ്യുന്നത്. ഇത് നമ്മുടെ ശരീരം ഊർജ്ജസ്വലാക്കും. ഹൃദയത്തിന്, ശ്വാസകോശത്തിന് എല്ലാം ഉണർവ് വരും. റിലാക്സ് ആവാം. 2 സെക്കൻഡ് കണ്ണടച്ച് നമ്മുടെ ശരീരത്തിനെ നോക്കാം. ഇനി നമ്മൾ കഴുത്ത്. ഇപ്പോൾ കയ്യിൻ്റെ ചെയ്തു, കയ്യിൻ്റെ ഓരോ ജോയിൻറ്റ്സ് നമ്മൾ ചെയ്തു. ഈ കഴുത്ത് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൈ ഇങ്ങനെ പിന്നെ കെട്ടിയിട്ട് വളരെ സാവധാനം, നമുക്ക് എത്ര കണ്ട് സാവധാനത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നോ അത്രയും സാവധാനത്തിൽ മൂവ് ചെയ്തിട്ട് നമ്മുടെ ശിരസിനെ പിന്നിലേക്ക് കൊണ്ടുപോകാം. കുറച്ച് ഫോഴ്സ് കൊടുത്തിട്ട് തന്നെ പിന്നാക്കം നോക്കുക. സാവധാനം മുമ്പിലേക്ക് വരുന്നു. കണ്ടോ? അതുമാതിരി അതിൻ്റെ ഓപ്പോസിറ്റും. നമ്മൾ തല പിന്നിലേക്ക് തിരിക്കുമ്പോൾ പരമാവധി ഒന്നിങ്ങനെ വലിഞ്ഞ് നിൽക്കട്ടെ. അതിന് ഇങ്ങോട്ട് നോക്കുക. കണ്ണിനെ അങ്ങനെ തെളിയിച്ചിട്ട് നമ്മുടെ പിന്നിലേക്ക് നോക്കുക കണ്ണുകൊണ്ട്. അതുമാതിരി ഈ പൊസിഷനിൽ വരുമ്പോഴും അതെ, വളരെ സ്ലോവിൽ ചെയ്യാം. വളരെ കുറച്ച് മൃദുല അസ്ഥികൾ കൊണ്ടാണ് നമ്മുടെ കഴുത്തിനെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വളരെ സാവധാനം ചെയ്യാം. ഇത് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ജാസ്തി ഉപയോഗിക്കുന്ന കുട്ടികളുടെ പഠനത്തിനൊക്കെ അവരൊക്കെ കഴുത്തിനെ കൂടുതൽ സമയം ഒരേ പൊസിഷനിൽ ഇങ്ങനെ നോക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ ഇവർക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വ്യായാമം പറയുന്നത് ശിഥിലീകരണ വ്യായാമം. നമ്മുടെ ശരീരത്തിലൂടെ ഈ കഴുത്തിലൂടെ കടന്നു പോകുന്ന വെയിനുകൾക്കൊക്കെ ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിന് ഇന്ത്യയിലുള്ള ഒരു നോർമലൈസേഷൻ ആണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളെ കഴുത്തിങ്ങനെ സ്ട്രൈറ്റ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നിലേക്ക് 90 ഡിഗ്രി, പിന്നിലേക്ക് ഇങ്ങനെ 90 ഡിഗ്രി ആയിക്കോളൂ. ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പോർഷന് കുറച്ച് വലിവ് കിട്ടും. ശ്വാസനാളം സാവധാനം വരുന്ന് നേരെ നോക്കുക. കീഴ്പ്പെട്ട് പോകേണ്ട കാര്യത്തില്ല, നേരെ നോക്കിയാൽ മതി. അങ്ങനെ 3 പ്രാവശ്യം. ഇനി കഴുത്ത് ഇങ്ങനെ സ്ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് 150 ഡിഗ്രി ഹാഫ് റൗണ്ട് ആയിക്കോളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ മൊബൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നേരം അങ്ങനെ മൊബൈലിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ തലചരിച്ചിട്ടാവും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ പൊസിഷനിലുള്ള മസിലുകളും ഞരമ്പുകളും ഒക്കെ ചുരുണ്ടിരിക്കും. എത്ര സമയം? കുറേ സമയം, മണിക്കൂറുകളോളം തന്നെ ഉണ്ടാവും അല്ലേ? ഇതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെരിഞ്ഞ് ചാഞ്ഞൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ കുറേ നേരം നോക്കേണ്ടി വരും. ആ സമയത്തൊക്കെ നമ്മളെ കഴുത്തിന് ഭയങ്കര സ്ട്രെയിൻ വരും. ഇതിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യായാമം ഉപകാരപ്രദമാണ്. 1. 2, തൈറോയിഡ് ഗ്രന്ഥികളൊക്കെ നല്ല
ഇളക്കം കിട്ടാനും നല്ല വ്യായാമം കിട്ടാനും ഈ ശിഥിലീകരണ വ്യായാമം വളരെയധികം ഉപകാരപ്രദമാണ്. തൈറോയ്ഡ് ഉള്ളവർക്ക് അത് പെട്ടെന്ന് നമുക്കതിനെ റിക്കവറിയും കിട്ടും. കണ്ടോ? അടുത്തത് 180 കഴിഞ്ഞു. ഇനി പിന്നിലേക്ക് നമ്മളിങ്ങനെ നിൽക്കുകയാണ്, കഴുത്തിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നിലേക്ക് വന്നിട്ട് പിന്നിലേക്ക് ഇങ്ങനെ വരുന്നിട്ട് 150, ഇങ്ങനത്തോട് 150, 180 ഇങ്ങനെ നോക്കിക്കോളൂ. തലങ്ങനെ നിന്നതിന് ശേഷം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസ്, 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മൾ ഹാഫ് റൗണ്ട് മാത്രമേ തിരിയുന്നു. സാവധാനം ശിരസ് ഉയർത്തി നിൽക്കുക. ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം കണ്ടോ ഏതൊക്കെ നമ്മൾ ചെയ്തു. കഴുത്തിന് ഇങ്ങോട്ട് വന്ന് പിന്നിലേക്ക് സ്ട്രൈറ്റ് 90 ഡിഗ്രി. ഇനി സ്ട്രൈറ്റ് പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് 90 ഡിഗ്രി, ഇങ്ങോട്ട് 90 ഡിഗ്രി. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് അവിടെ നിർത്തുക, കൊണ്ടുവരിക മേപ്പിട്ടന്നെ. തല ശരിക്കും നമ്മളൊരു ഫ്രീ ആയിട്ട് വിടണം. ഒരു പണ്ടത്തെ നമ്മൾ ആട്ടുകല്ലും കുഴയൊക്കെ അല്ലേ, അതുമാതിരി ഫ്രീ ആയിട്ട് കിടക്കണം. കണ്ടോ? എന്നിട്ട് റിലാക്സ്, കണ്ണടച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയാണ് കഴുത്തിൻ്റെ. ഇനി നമ്മൾ നിന്നിട്ടുള്ള ശിഥിലീകരണ വ്യായാമത്തിൽ അവസാനത്താണ് നമ്മൾ കണ്ണിനുള്ള വ്യായാമം. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ജാസ്തി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഈ കാലഘട്ടമാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ കണ്ണിൻ്റെ വ്യായാമത്തിന് വളരെ പ്രസക്തിയുണ്ട്. തലവേദന, നമ്മുടെ ചെന്നിക്കുത്ത്, കഫക്കെട്ടിൻ്റെ അസുഖം, തുമ്മൽ, ഇവർക്കൊക്കെ ഈ കഴുത്തിൻ്റെ ഈ തലയുടെ പിന്നെ കണ്ണിൻ്റെ ഒക്കെ വ്യായാമമുണ്ടല്ലോ, ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. നോക്കോളൂ, കണ്ണിൻ്റെ വ്യായാമം നമ്മൾ ചെയ്യുമ്പോൾ സാവധാനം കൈ പിന്നിൽ കെട്ടിയിട്ട് നല്ല പ്രസന്ന മുഖമായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇവിടേക്ക് ഫോക്കസ് ചെയ്തിട്ട് സാവധാനം കണ്ടോ കണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മേപ്പെട്ട് പൊക്കി കീഴ്പ്പെട്ട് കൊണ്ടുവന്ന് അവിടെ തന്നെ കൊണ്ടേക്കുന്നു. അവിടുന്ന് റിവേഴ്സ്. ഇത് വൺ സൈഡ്.